സ്വാഗതം. അപ്പം ശ്രീകുട്ടൻ പോകുന്നതിന് മുമ്പ് ചെയ്തു വെച്ച കുറേ കാര്യങ്ങളുണ്ട്. അവൻ കുറേ മുട്ടകളൊക്കെ ഇൻക്യുബേറ്ററിലൊക്കെ വെച്ചിട്ടാണ് പോയത്. അപ്പോൾ എനിക്ക് അതിൻ്റെ പരിപാടികൾ അവനിവിടെ ഉണ്ടായിരുന്നപ്പോൾ അവൻ തന്നെയാണ് അതെല്ലാം കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ എന്നെ ഒന്ന് കാണിച്ചു തന്നിട്ട് പോയി, ഞാനതനുസരിച്ചെല്ലാം ചെയ്തു. ഞാനും കൊച്ചും കൂടെ അതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തു. വെള്ളം ഒഴിച്ചു കൊടുക്കുകയും മുട്ട തിരിച്ചു വെക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു. എന്തായാലും നമ്മൾ 25 മുട്ട വെച്ചിട്ട് നമുക്ക് 15 കുഞ്ഞുങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഒരു കേടും ഇല്ലാതെ ആ 15 കുഞ്ഞുങ്ങളെയൊക്കെ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. നമുക്കിപ്പം 4 ദിവസമായി അല്ലേ, 4-5 ദിവസമായി. അപ്പം അതിനെല്ലാം നിങ്ങൾക്കൊന്ന് കാണിക്കാം. അപ്പോൾ അതിന് കൊടുക്കുന്ന തുടക്കത്തിലെ നമ്മളിവിടെ ചെയ്യുന്ന തീറ്റ, എല്ലാവരും ചെയ്യുന്നത് നമുക്കറിയത്തില്ല. നമ്മളിവിടെ കൊടുക്കുന്ന തീറ്റകളും കാര്യങ്ങളും, നമ്മളിവിടെ കുഞ്ഞുങ്ങളെ വിരിഞ്ഞു കഴിഞ്ഞിട്ട് നമുക്കങ്ങനെ നഷ്ടപ്പെട്ടു പോയിട്ടില്ല. കുഞ്ഞുങ്ങളുണ്ടായിട്ട് പിന്നെ ചത്തുപോവുക എന്ന് പറയുന്നൊരു സംഭവമില്ല. കാരണം അതിന് വേണ്ട ടോണിക്കും തീറ്റയും ഒക്കെ കൊടുത്ത് നമ്മൾ അതുങ്ങളെ സംരക്ഷിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അതുങ്ങൾ പരസ്പരം കൊത്തുണ്ടാക്കി അങ്ങനെയൊക്കെ പോയിട്ടുണ്ടേ ഉള്ളൂ. അത് വലുതായി കഴിഞ്ഞല്ലേ, 1-2 എണ്ണമൊക്കെ പോയിട്ടുള്ളൂ, നഷ്ടപ്പെട്ടു പോയിട്ടുള്ളൂ. ചെറിയ കുഞ്ഞുങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ഇതുവരെ നമുക്ക് അങ്ങനെ കേടായി പോയിട്ടില്ല. അപ്പോൾ ഈ പ്രാവശ്യം കുറവാണ്. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് 10-55 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. ഇപ്പോഴും നമുക്ക് മുട്ടയിടുന്നുണ്ട്. എല്ലാ ദിവസവും നമുക്ക് ശരാശരി 7-8 മുട്ട കിട്ടുന്നുണ്ട്. പിന്നെ ആരെങ്കിലും വന്നാൽ കൊടുക്കാനായിട്ട് കോഴികൾ ഉണ്ട്. നാടൻ കോഴി ഇഷ്ടം പോലെ കിടപ്പുണ്ട്. 21 ഉണ്ട് അല്ലേ. ഇനിയിപ്പം ക്രിസ്മസ് പ്രമാണിച്ച് നമുക്കൊരു 5-6 പൂവനെ കൊടുക്കാനുണ്ട് കേട്ടോ. അതെ, സിറ്റിയിലൊക്കെ അന്വേഷിച്ചപ്പോൾ കൊടുക്കണം. കാരണം ഇത് ഭയങ്കര കൊത്താ. പിടയുടെയൊക്കെ പുറത്തെ പപ്പെല്ലാം പറിച്ചു വെച്ചേക്കും. ഒത്തിരി എണ്ണം കൂടിയ പ്രശ്നമാണ്. അപ്പം നമുക്ക് കോഴിക്കുഞ്ഞുങ്ങളെയൊക്കെ ഒന്ന് കാണിക്കാം അല്ലേ. അപ്പൊ ഇതാണിരിക്കുന്നത് നമ്മുടെ താരങ്ങളെല്ലാം. അതെ, നമ്മൾ സംരക്ഷിച്ച് കേടൊന്നുമില്ലാതെ ഇത്രയൊക്കെ ആക്കി എടുത്തിട്ടുണ്ട്. ഇതാണ് ഏറ്റവും ചെറുത്. ഇതാണ് ഈ കറുത്തത്. ഇതല്ലേ? അത് കുഞ്ഞാ കേട്ടോ, കുറച്ച്. ബാക്കിയെല്ലാം മിടുക്കന്മാരാ. 2 കഴുത്തെ പപ്പില്ലാത്തുണ്ട്. 2 അന്തി ഒരെണ്ണം എന്തി കഴുത്തെ പപ്പില്ലാത്തതാണ് ഇത്. ഇതുണ്ട്. ഇതുങ്ങള് കണ്ടോ, ഇതൊരെണ്ണം ഉണ്ട്. 2 ഇവള് മറ്റേ ഈ കാട്ടിലെ കോഴിയുടെ കുഞ്ഞിനെ അയ്യോ, പെണ്ണുങ്ങളെ കുഞ്ഞു കാലും കൈയും കണ്ണും എന്നാ അറിയാം അല്ലേ. അപ്പൊ നമ്മൾ 25 മുട്ട വെച്ചതിനകത്ത് നമ്മൾ ഉദ്ദേശിച്ചായിരുന്നു ഒരു 10-15 എണ്ണമൊക്കെ വിരിയുള്ളെന്നുള്ളത്. കാരണം ഈ മുട്ട ഇട്ട് കഴിഞ്ഞ് കൂട്ടിൽ കിടന്ന് തന്നെ ഈ കോഴികൾ ഇത്രയും കൂടി കിടക്കുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടും, കാലിന് തട്ടും. അപ്പൊ ചെറിയ അതിനകത്ത് ഒലച്ചിലുണ്ടാവും. അങ്ങനെ പോയതാ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ മുട്ട ഇടുന്ന അന്നേരം തന്നെ പോയി ഓരോന്നോരോന്നൊക്കെ എടുത്തോണ്ട് വെക്കുവാണെങ്കിൽ കുഴപ്പമില്ല. അങ്ങനെ ചീമുട്ടയായിട്ടും വിരിയാതെയൊക്കെ. പിന്നെ പൂവന്മാരുണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഉദ്ദേശിച്ച ഒരു 15 കുഞ്ഞുങ്ങളാണ് നമ്മൾ പ്രതീക്ഷിച്ച് വെച്ചത്. അത് കിട്ടിയിട്ടുണ്ട്. ശ്രീകുട്ടനെ ഇതുവരെ ഞങ്ങൾ കാണിച്ചിട്ടില്ല. അപ്പൊ ഈ വീഡിയോ കാണുമ്പോൾ അവൻ കണ്ടാൽ മതി. അതെ, അങ്ങനെ ഒക്കെയാണ്. ചോദിക്കും മുട്ട വിരിയാറായോ, എങ്ങനെയായി, കേടുള്ള മുട്ടയുണ്ടോ, ചുണ്ടൊക്കെ പൊട്ടിച്ചു വെച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുമായിരുന്നു. നമ്മുടെ ഇതിലെ കോഴിക്കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ ചേട്ടന്മാരെ. ഒരെണ്ണത്തിന് എന്നാ വരെയാ അവര് പറയുന്നത്. കഴിഞ്ഞ ദിവസം വന്ന് അവര് ഏതാണ്ട് ഒരു കുഞ്ഞിന് ഏതാണ്ട് 100 രൂപയൊക്കെ നമ്മളോട് പറഞ്ഞത്. ഒരു ഇത്ര മുഴുപ്പൊക്കെ ഉള്ള കുഞ്ഞുങ്ങളാ അല്ലേ. നമ്മൾ ഇതുങ്ങൾക്ക് കൊടുക്കുന്നെന്ന് പറഞ്ഞാല് സ്റ്റാർട്ടർ, ഞാൻ ഉപ്പേറെ കിട്ടാനില്ലായിരുന്നു, അത് പോയി. അത് കോഴിത്തീറ്റയുടെ ഒരു ഐറ്റോ, ചെറിയ കോഴിക്ക് കൊടുക്കുന്ന സ്റ്റാർട്ടർ. അത് മേടിച്ചു. അത് 2 കിലോ മേടിച്ചാൽ നമുക്കൊരു 10-15 ദിവസത്തേക്കുണ്ട്. 45 രൂപയാണ് കട്ടപ്പന കിലോയ്ക്ക് വില. അതാണ് നമ്മൾ തുടക്കത്തിലേ കൊടുക്കുന്നത്. ഇനി ഇത് ചുവ തീറ്റ തിന്നാറായി ഒരു 2 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് ഇച്ചിരി ഗ്രോവറും കൂടെ കൂട്ടി കൊടുക്കുക. പിന്നെ അരി, പിന്നെ ഗോതമ്പ് ഇതൊക്കെ ചെറുതായിട്ട് നുറുക്കി ഇതിൻ്റെ കൂടെ കൊടുക്കുകയാണെങ്കിൽ അതിന് പ്രത്യേകം വളരാനുള്ളൊരു കരുത്ത് കൂടുതൽ കിട്ടും. പിന്നെ നമ്മൾ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ദഹന പ്രക്രിയയൊക്കെ ശരിക്കും നടക്കാനായിട്ട് അമിനോവിറ്റ് എന്നും പറഞ്ഞുകൊണ്ടൊരു ടോണിക്കുണ്ട്. അതും മഞ്ഞൾ വെള്ളവും കൂടെ, അതൊരു തുള്ളി ഒഴിച്ചാൽ മതി. അമിനോവിറ്റ് ഒരു തുള്ളി ഒഴിച്ചാൽ മതി.
ഒത്തിരി ടോണിക് ഉണ്ട്. ലിവർ ടോണിക് ഒത്തിരി ഒരുപാടുണ്ട്. ഈ പട്ടിക്കും പൂച്ചയ്ക്കും ആടിനും ഒക്കെ കൊടുക്കുന്നത്. അതെ. അപ്പം അത് തന്നെയാണ് ഇത് കോഴിക്കുഞ്ഞുങ്ങൾക്കും കൊടുക്കുന്നത്. അതൊരു തുള്ളി വെള്ളത്തിൽ 1-2 തുള്ളി ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ പ്രതിരോധ ശക്തി കിട്ടും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത്. വലിയ പൈസ മുടക്കി, ഒരുപാട് പൈസയൊന്നും മുടക്കുന്നില്ല. ഇപ്പോൾ ഇത് തീറ്റ തിന്നാറായി കഴിഞ്ഞാൽ ഒരു 15-20 ദിവസം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മുടെ നാടൻ തീറ്റയിലേക്ക് മാറും. ഗോതമ്പൊന്ന് തിളപ്പിച്ച് ഒന്ന് വാട്ടിയിട്ട് അതും, പിന്നെ ചോറങ്ങനെ കൊടുക്കാതിരിക്കുക നല്ലത്. ചോറ് വേവിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നെയ്യ് പറ്റും പെട്ടെന്ന്, മുട്ടയരിയിൽ കുറയും. കൈയുടെ ചൂടടിക്കുമ്പോഴത്തേക്കേ അവിടെ അനങ്ങാതെ അങ്ങ് ഇരുന്നോളൂ. പിന്നെ ആ ഇരിപ്പിരുന്ന് ചിലപ്പോൾ ഒന്ന് കാഷ്ടിക്കാൻ വഴിയുണ്ട്. ഇത് കണ്ടോ ഈ കണ്ണൊക്കെ എഴുതി വെച്ചോണ്ടോ, കണ്ണിരിക്കുന്നുണ്ടോ? നല്ല കണ്ണൊക്കെ എഴുതിയ പോലെ ഇരിക്കുന്നു അല്ലേ? എന്നാ രസമല്ലേ? അതെ. അയ്യോ, കഴുത്ത വെപ്പില്ലാത്തയാലേ. ഏത് ജീവിയാണെങ്കിലുമേ കുഞ്ഞായിരിക്കുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമല്ലേ? ഭയങ്കര എന്നാ ഒരു രസമാണ് കാണാൻ. അതെ അതെ. കൂട്ടാണോ? എന്നെ പോലെ. ശരി. എന്റെ അവിടെ കൂട്ടിരിക്കുന്നേ ഉണ്ടോ? ഉണ്ട്. ഞാൻ ഈയിടെ പാല് മേടിക്കാൻ പോയപ്പോഴേ നമ്മുടെ വഴി വെച്ച് 2 കാട്ടുകോഴികളെ കണ്ടേ, 2 പെടച്ചികള്. എന്നാ ഒരു സൗന്ദര്യം അതുങ്ങളെ കാണാൻ. നല്ല വാലും ഒക്കെ ആയിട്ട്. 1 കിലോയൊക്കെ തൂക്കം വരുള്ളൂ. പക്ഷെ നല്ല അഴക അങ്കവാലും അവന്റെ ആ പീലിയും കാര്യങ്ങളും ഒക്കെ ഇവിടെ നല്ല ആ ഷേപ്പും. ജീവികൾക്ക് പോലും സൗന്ദര്യം ഉണ്ടെന്നാ പറയുന്നല്ലേ? കൊടുത്തിട്ടുണ്ട്. എന്നാലും കൊച്ചിന് ഇഷ്ടപ്പെട്ടോ ഇതിനെയൊക്കെ? ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇച്ചിരിയുടെ വലുതായി കഴിഞ്ഞു പിന്നെ ഇഷ്ടമില്ലായിരിക്കും. ചെറുപ്പത്തിലേ ഇഷ്ടം അല്ലേ? അന്നേരം നമ്മുടെ പെണ്ണുങ്ങളെല്ലാം ഓടി നടന്ന് കളിക്കുന്നുണ്ട്. ഭയങ്കര സന്തോഷമാണ്. കൂട്ടം കൂടിയേ നിൽക്കുള്ളൂ. ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അതെ. നമ്മളിത് ശ്രദ്ധിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. അഴിച്ചു വിടാനൊക്കെ അല്ല. അഴിച്ചു വിടാൻ നമ്മൾ നിൽക്കുമ്പോൾ മാത്രമേ അഴിച്ചു വിടാൻ നോക്കൂ. 1 സെക്കൻഡ് മതി കാക്ക അല്ലെ പൂച്ച കൊണ്ടുപോകും. ഇനിയിപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ട് ചെറിയൊരു കൂട് പകല് ഇവർക്ക് ഓടി കളിക്കാനും വെളിയിലിറങ്ങിപ്പോകാതെ മറ്റു ജീവികളെ പിടിക്കാതെ ചെറിയ വലുപ്പമുള്ളൊരു കൂട് ഉണ്ടാക്കണം. ഇപ്പം നമ്മൾ തൽക്കാലം ഇതിനകത്ത് പേപ്പറൊക്കെ വെച്ച് ഇതിനകത്താണ് നമ്മൾ അവരെ വൈകിട്ടൊക്കെ ഇടുന്നത്. ലൈറ്റ് വരും. ഒരു 4-5 ദിവസത്തേക്ക് ലൈറ്റ് വരും. സേറക്കുട്ടി, സേറമോക്ക് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ കുഞ്ഞുങ്ങളെ കണ്ടിട്ട്. നമ്മുടെ സേറായെ വെളിയിലിറക്കി വിടുന്നത് കാണിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവളെ ഒന്ന് നമുക്ക് വിളിക്കാവേ. സേറ, ഓക്കെ. സേറ, Sarah, sit. അപ്പം അവൾക്ക് പ്രത്യേക പരിചരണങ്ങളും പ്രെഡിഗ്രിയും കാര്യങ്ങളുമൊക്കെ ഞാൻ കട്ടപ്പന പോയി മേടിച്ച് തീറ്റയൊക്കെ കൊണ്ടുവന്ന് കൊടുത്ത. മോന് പോയപ്പോൾ ഒരു ലേശം ക്ഷീണിച്ചായിരുന്നത്. സാറാ, സിറ്റ്. മോന് പോയപ്പം കുറച്ച് ക്ഷീണിച്ചായിരുന്നു. ഇപ്പോൾ ആളിൻ്റെ ക്ഷീണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇന്നൊന്ന് കുളിപ്പിക്കണം. അപ്പോൾ ഇവിടെ അതെ അതെ. സാറാ, അച്ഛൻ മോളെ മര്യാദ പഠിപ്പിക്കുകയാണോ? അവനല്ലേ കമാൻഡ് ചെയ്തോണ്ട്. അപ്പം നമ്മൾ പറഞ്ഞ എല്ലാം ഒന്നും കേൾക്കുകയല്ല. ചില വെറൈറ്റിയൊക്കെ പറയണം. കുറച്ച് ദിവസം കൊണ്ട് ആള് ഓക്കെ ആകും. പറഞ്ഞാലൊക്കെ കേൾക്കും. ഇപ്പം ഞാൻ കൂട്ടി കേട്ടെ. വേണ്ട അവിടെ ഇരുന്നോളൂ. അവളോട് ഇച്ചിരി നേരം ഇരിക്കട്ടെ. അനക്കാതിരുത്തണേ. ഇല്ല, മടുത്തു അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി. രാവിലെ കുറച്ച് നേരം ഞാൻ അഴിച്ചു വിടും. ഇപ്പോൾ 2 ദിവസമായിട്ട് ഞങ്ങൾ നടക്കാൻ പോകുന്നുണ്ട്. ഇവിടുന്ന് മാറി അങ്ങോട്ടൊന്നും പോകുന്നു. ഇല്ല, അവിടെ കൂട്ടി കയറ്റിയേക്കുന്നു. പോയി കയറിക്കോ. കണ്ടോ, മെഡിക്കുക പറയുന്നെല്ലാം കേട്ടോളുവേ. ആണോ? ഇല്ല, അവിടെ നിക്കത്തേ ഉള്ളു. അവിടെ നിന്ന് കേറും പറഞ്ഞ എല്ലാം പറഞ്ഞ് പഠിപ്പിക്കുന്നേ ഉള്ളൂ കുട്ടേട്ടനെ. ചേട്ടാടെ അടുത്ത് ഭയങ്കര വളച്ചില്ല. ഇത്രയും പോലും ഇല്ല.
ചേട്ടായി ഭയങ്കരമായിട്ട് കൊഞ്ചിച്ച് വഷളാക്കി വെച്ചേക്കോളെ. അതെ അതെ. പക്ഷെ ചേട്ടായി ഒറ്റ പറച്ചിലിന് ഇരുത്തും. എന്നുവെച്ചാൽ അവനെ പേടി. അവൻ നല്ല കുഞ്ഞു വടിയൊക്കെ എടുത്തേ ചെറിയ അടിയൊക്കെ കൊടുക്കും. അന്നേരം പപ്പ പിന്നെ കൊഞ്ചേരൊന്നുമില്ല. ആണോ? ആ അത് കുഴപ്പമില്ല. പപ്പ കൊഞ്ചേരൊന്നുമില്ല. പപ്പ പറയുന്നത് കേൾക്കണം, തിരിച്ചു കൊണ്ട് കൂട്ടി കയറ്റും. അതെ. മോന് പിന്നെ തലയിലൊക്കെ തൂക്കുകയും കുറെ കാര്യങ്ങളൊക്കെ ചെയ്യും. ഞാൻ കുളിപ്പിക്കുവാണെങ്കിൽ അന്നൊരു ദിവസം വേണം കൊഞ്ചിക്കുകയൊക്കെ ചെയ്യും. ഇനി നമുക്ക് 2-3 സ്പെഷ്യൽ ഗസ്റ്റ് കിടപ്പുണ്ട്. അവര് വെജിറ്റബിളേ കഴിക്കുള്ളൂ. അപ്പൊ അവർക്ക് ഇത് കൊടുക്കാം. വെജിറ്റബിള് കപ്പളങ്ങ. വെജിറ്റബിൾ അല്ല, ഫ്രൂട്ട്. വെജിറ്റബിൾ ഫ്രൂട്ട് അല്ലേ? ഫ്രൂട്ട്സ് നമ്മൾ കഴിക്കുന്ന കൂട്ട് തന്നെ നമ്മുടെ വീട്ടിലെ ജീവിക്കും കൊടുക്കണമെന്നല്ലേ കൊച്ചേ? അതെ. നടക്ക് രണ്ടുപേരും. നടന്ന് പിടിക്കാം. ഇന്നലെ ഇട്ട എല്ലാ സാധനവും തിന്ന് തീർത്തല്ലേ? ഞാൻ ഇന്നലെ ക്ലീൻ ചെയ്താ കിടക്കുന്ന. അയ്യോ, അവനെ കാണിച്ചപ്പോ ചെവി വെച്ച് മറച്ചു പിടിച്ചു. അവന് ഇതൊക്കെ വലിയ ഇഷ്ടമാണ്. എല്ലാവർക്കും ഇഷ്ടമാണ്. കഴിച്ചോളും. ഇപ്പൊ കഴിക്കുന്നില്ലേ? കഴിക്കുന്നേ വലിയ ഇഷ്ടമാണ്. വെയിലും കൂടെ അല്ലേ? ഇവർക്കും കൂടെ കൊടുക്ക്. അതെ, നോക്കിയിരിക്കുന്നു. കൊടുക്ക്. എനിക്ക് മാത്രം തരുന്നില്ല എന്നോർത്തോണ്ടായിരിക്കുന്നത്. അവള് ചെറുതായതുകൊണ്ട് അവൾക്ക് ചെറിയ പീസ് മതി. ചെറിയ പീസ് വെച്ചു കൊടുക്ക്. നീയും കഴിക്കൂ. പിന്നെ ഒരു പേടി പോണൊക്കെ പേടിച്ചിരിക്കും. എല്ലാരെയും കണ്ടിട്ടാന്ന് തോന്നേ. 3 പേര്. പിന്നെ ഇവളെ മിക്കവാറും ഒരു 2 ദിവസത്തേക്കുമായിട്ട് ഇവർക്ക് കുട്ടികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നമ്മുടെ കണ്ടൻ്റെ കൂടെ വിട്ടേക്കുമായിരുന്നു. ഞാൻ ഇതിനകത്ത് കുറെ ചപ്പിട്ടേക്കുന്നതാണ്. എന്ന് വെച്ചാൽ അവർക്ക് കൂടൊക്കെ ഉണ്ടാക്കാനായിട്ട് എളുപ്പത്തിന്. നമ്മൾ ചിലപ്പോൾ അറിയത്തില്ല രാത്രി വല്ലതാണോ ഒന്നും അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുഞ്ഞുങ്ങളുണ്ടാകുന്നതല്ലേ കഴുകുന്നതാണ്. എല്ലാ ദിവസവും കഴുകുന്നതാണ്. വെച്ചു കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ രാവിലത്തെ ഒരു നേരത്തെ ഭക്ഷണം. ഇനിയിപ്പോൾ ഉച്ചയാകുമ്പോൾ ഇച്ചിരി വെള്ളവും ലേശം ഗോതമ്പ് കഞ്ഞി എല്ലാം കൂടെ കൊടുക്കും. പിന്നെ വൈകിട്ട് ഒരു നേരം വള്ളയും പറിച്ചിട്ട് കൊടുക്കും. കഴിച്ചോടി. അവർക്ക് ചെറിയ ക്ഷീണമുണ്ട്. എനിക്ക് തോന്നുന്നത് ഇന്നിപ്പോൾ 28 ദിവസം ആകുന്നു അവൻ്റെ കൂടെ വിട്ടിട്ട്. അപ്പോൾ 2 ദിവസത്തേക്കുമായിട്ട് എന്തായാലും കുട്ടികൾ ഉണ്ടാകാനാണേ ഉണ്ടാവും. 30 ദിവസം മതി. കണ്ടിട്ട് നാളെ നന്നായിട്ടിരിക്കുമല്ലേ? അപ്പം കുഞ്ഞുങ്ങൾ കാണും. അതെ. അപ്പോൾ അടച്ചു വെച്ചേക്കാം അല്ലേ? അടച്ചു വെച്ചേക്ക്. ഇവനങ്ങ് വലുതായേ. അവൻ കഴിക്കുന്നുമുണ്ട്. നല്ലത് കഴിക്കുന്നുണ്ട്. അത് അവളും കഴിക്കാൻ തുടങ്ങി. പക്ഷെ അവള് പേടിച്ചിരിക്കുക. അവിടെ കുഞ്ഞായത്. അവളുടെ കുഞ്ഞല്ലേ? അടച്ചു വെച്ചോ. ചെരുപ്പ് കണ്ടില്ലേ? അപ്പുറത്തെ സൈഡിലെങ്ങാനും കൊണ്ടിട്ട് കാണും. ഇതെല്ലാരും അങ്ങോട്ട് ഓടാതെ. ആരെല്ലാം സിറ്റിക്ക് പോവോ മാളക്കുട്ടി സ്കൂളിൽ പോവുകയൊക്കെ ചെയ്യുവാനാണല്ലോ, അന്നേരം ഞാൻ ഇറങ്ങി വന്ന് ഇവിടെ വന്ന് നിൽക്കും. അവര് പോകുന്നത് നോക്കി നിൽക്കണമെന്ന് എനിക്കൊരു വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. എവിടെ പോവാ? സൺഡേ അല്ലേ? മീന് ബീഫ് ഇന്ന് വരുന്നില്ല. ഇന്ന് ഞാനും പോകുന്നതായിരുന്നു. മോളമേൻ വരുന്നതായിരുന്നു എല്ലാ ആഴ്ച. പിന്നെ ഞാൻ തന്നെ പോയിട്ട് ഇച്ചിരി സാധനം മതി. ഇച്ചിരി മതി. തന്നെ പോയി മേടിച്ചിട്ട് വരട്ടെ? മേടിച്ചിട്ട് വരട്ടെ. ഇന്ന് എനിക്ക് ഇച്ചിരി പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ പോകുകയാണ്. എനിക്കോ? എനിക്ക് ചെന്നൈയിൽ ഇഷ്ടമുള്ള ഒരു ബിങ്കോ മേടിച്ചോണ്ട് വരാവോ? 10 രൂപയല്ലോ. 5 രൂപ 10 രൂപ അത് മതിയോ? വേറൊന്നും വേണ്ട. ഓറഞ്ച് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു ഓറഞ്ച് വേണ്ട, ആപ്പിൾ ഉണ്ടല്ലോ ആരൊക്കെയും മേടിച്ചോടെ കേട്ടോ. ആപ്പിൾ ഒരു ശകലം മേടിച്ചോളെ. ശരി രാജാവെന്ന് പറ. ശരി രാജാവെന്ന് പറ.
അയ്യോ ബൈ ബൈ. ബായ് ബായ്. പുറത്ത് മഴയെല്ലാം മാറി ഇപ്പം നല്ല വെയിലൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് ഇറങ്ങി നിൽക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ. ഈ ഇൻ്റർലോക്കിലൊക്കെ ഇറങ്ങി നിന്നിട്ടുണ്ട് കാലങ്ങ് പൊള്ളിപ്പോവും. എനിക്ക് 2-3 ദിവസം അവധിയാണ്. പഠിക്കാനുള്ള സ്റ്റഡി ലീവ് വന്നേക്കോ കേട്ടോ, ക്രിസ്മസ് എക്സാമിനുള്ളത്. അതുകൊണ്ട് ഞാൻ ബുധനാഴ്ച വരെ ഇവിടെ ഉണ്ട്. എന്ത് അമ്മയെന്ന് അറിയത്തില്ലല്ലോ ദൈവമേ. ഇതിനെ കാലൊക്കെ കാണാം. ആ റൂമിൽ പോയിരുന്ന എന്നെ പരിപാടിയാ. അയ്യോ എൻ്റെ പടം വരയ്ക്കുന്ന ബുക്ക് എടുത്ത് നോക്കുക. എന്നാ പരിപാടിയാ? ഞാനിവിടെ ബെഡ് വിരിക്കാൻ വന്നതാണേ. ബെഡ്ഷീറ്റ് ഒന്ന് തട്ടിക്കൊടുന്ന് വിരിച്ചേക്കാന്ന് പറഞ്ഞോണ്ട് വന്നതാ. അന്നേരം ഇവിടെ ഒരു ബുക്ക് ഇരിക്കുന്നു. നോക്കിയപ്പോ ഒരു പടം. ഇതെന്ന് വെച്ചതാ പക്ഷേ ഒരു മാസം മുന്നേ വരച്ചതാണ്. അതിൻ്റെ താഴെയാണ് വരച്ചോണ്ടിരിക്കുന്നു ഇപ്പോൾ വേറെ. പകുതിയാക്കി വെച്ചേക്കുന്നു. അതല്ല, ഇത് ഞാൻ വരച്ചിട്ട് കുറച്ചായതാ. കാണിച്ചു തരാം, കണ്ടോ? ഓ, കൺവീലിയൊക്കെ കണ്ടോ? എന്നാ വിടർന്നായിരിക്കുന്നത്. നല്ലതാണോ എന്ന് എല്ലാവരും പറയണം കേട്ടോ. ഇഷ്ടപ്പെട്ടോ അമ്മയ്ക്ക്? എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ നോക്കുമായിരുന്നു കൊച്ചിൻ്റെ ആ വരച്ചതിൻ്റെ കഴിവേ. ആ പിരിയൊക്കെ നല്ല വടി പോലെ. കണ്ണൊക്കെ കണ്ടോ? ആ കൃഷ്ണമണിയൊക്കെ കണ്ടോ? ഓ, ഈസല്ലേ. മൂക്ക്, ചുണ്ട്, താടിയുടെ ഇവിടുത്തെ കുഴിയില്ലേ എല്ലാവരുടെ, അതാണ് ഇത് കൊടുത്തേക്കുന്നേ. ഇവിടെ ഒരു വെട്ട് പോലെ ഉണ്ടല്ലേ നമ്മുടെ ഇവിടെ താടിയുടെ താഴെ, അല്ല ചുണ്ടിന്റെ താഴെ. അതന്നെ ഈ പെണ്ണിനൊരു മൗനം പോലെ താടിക്ക് കൈയും കൊടുത്തോണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. ഇങ്ങനെ ചിന്താവിഷ്കളായ ശ്യാമള. ആണോ? ഒരു സങ്കടം ഉള്ള പോലെ തോന്നുന്നു. സങ്കടമൊന്നുമില്ല. ഇല്ലല്ലേ? എന്നാ പെണ്ണെ, നിനക്ക് സങ്കടമാണോ? സങ്കടമില്ല. അതിന്റെ താഴെ ഭയം ആളോന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇപ്പൊ വരച്ചോണ്ടിരിക്കുന്ന പടം ഇത് വരച്ച് പകുതിയാക്കി വെച്ചേക്കുന്നത് വരയ്ക്കണം. ഇത് വരയ്ക്കുമായിരുന്നു ഇന്നലെ. ഇത് ഈ 2 കണ്ണും ആ പിരുവം വരച്ചിട്ട് ഞാൻ ഇരുന്നിട്ട് പോയി. അപ്പൊ എന്നെ അതിനെ വിളിച്ചു. കുട്ടമ്മൻ എന്തോ ഗുളികയുടെ പേര് നോക്കാൻ എങ്ങാണ്ട് വിളിച്ചു. പിന്നെ ഞാൻ ഇങ്ങോട്ട് വന്നില്ല. വരയ്ക്കണം ബാക്കിയും കൂടെ. ഇത് കണ്ടപ്പോൾ പെട്ടെന്ന് ഞാൻ ശ്രീകുട്ടനെ ഓർത്തു കേട്ടോ. അവനും ചില സമയങ്ങളിലൊക്കെ സമയം കിട്ടുമ്പോൾ പടം വരയ്ക്കാറുണ്ട്. നല്ലതായിട്ട് അവനും വരയ്ക്കും. പൊന്നുവിനെ മോശം പറയാൻ പറ്റത്തില്ല. ചേച്ചി വരയ്ക്കും. ചേച്ചിയുടെ ഒരു ബുക്ക് എന്തായാലും ഉണ്ട്, വേണേ ഇപ്പൊ കാണിച്ചു കൊടുത്തേക്കാം. ചേച്ചി വരയ്ക്കുന്നത് കൂടുതലും ഉണ്ടല്ലോ ഈ വിജനതമായ സ്ഥലത്തൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കല്ലേ ആൾക്കാരെ. അങ്ങനെയൊക്കെ ഇങ്ങനെ ദൂരോട്ട് നോക്കി. ചേച്ചിയുടെ ബുക്ക് എന്തായി ഇരിപ്പുണ്ടമ്മേ, നമുക്ക് കാണിച്ചു കൊടുക്കാം. ഇതാണ് നമ്മുടെ ചേച്ചിയുടെ പടം വര ബുക്ക്. എന്നാന്ന് നോക്കാം. ചേച്ചി കൊണ്ടുവച്ചിട്ട് പോയതല്ലേ? അടിപൊളി. അല്ല, ഇതൊക്കെ പറഞ്ഞു പോയി. കാണിച്ചു തരാം. ഉണ്ടോ? പുറകോട്ട് തിരിഞ്ഞു നിൽക്കുന്ന പെണ്ണ് പൂവൊക്കെ പിടിച്ചോണ്ടോ. അതിനകത്ത് എഴുതിയേക്കുന്നത് കണ്ടോ? ദിസ് ഈസ് മൈ സ്വീറ്റ് ആൻഡ് സ്വീറ്റസ്റ്റ് മാളക്കുട്ടി ബൈ പൊന്നു. അത് പഠിച്ചോണ്ടിരുന്ന സമയത്ത് വരച്ചാ കേട്ടോ. എപ്പോഴും മാളക്കുട്ടിയുടെ വിചാരം മാത്രമേ ഉള്ളൂ. കൊച്ചേന്നും പറഞ്ഞുകൊണ്ട് ജീവൻ മാളക്കുട്ടിയിലും മോനുവിലും അല്ലേ? അടുത്ത പെങ്കൊച്ചിനെ കണ്ടോ? അടുത്ത പെങ്കൊച്ചാണ് ഇത്. റാണിയപ്പനുണ്ടല്ലോ. നല്ലല്ലേ? നല്ല ഭംഗിയാ കേട്ടോ. രാജകുമാര. ഇത് പിന്നൊരു ആനക്കുട്ടന്മാര്. അവക്ക് ഭയങ്കര ഒരു ഇഷ്ടമുള്ള ഒരു സാധനം ആന. ഇത് കണ്ടോ? ഒരു പെണ്ണ് പൂവൊക്കെ പിടിച്ചോണ്ട് നിൽക്കുന്നത്. പൂക്കൂടൊക്കെ പഠിച്ചോണ്ട് തിരിഞ്ഞു നിൽക്കുക. അതിന്റെ താഴെ ഉണ്ട് കേട്ടോ, ഐ മിസ് യു ഡിയർ മോനു ആൻഡ് മാളക്കുട്ടി. എന്റെ ദൈവമേ. വള്ളിയൊക്കെ ചേച്ചി അല്ല കേട്ടോ, എനിക്ക് ഏത് ഉടുപ്പിട്ടാലും വള്ളി കെട്ടിത്തരുന്നേ. ഇപ്പൊ പോലും അതെ, ഞാൻ വള്ളി കെട്ടാതെ ഒരിടത്തും പോത്തില്ല. ഉടുപ്പിട്ടിട്ടുണ്ട്. കാരണം അമ്മയുണ്ട്, അമ്മ കെട്ടിത്തരും. അല്ല ഞാൻ തന്നെ കെട്ടും. ചേച്ചി ഉണ്ടെങ്കിൽ എനിക്ക് ഉടുപ്പിന് പുറകിൽ സിബിട്ട് തരുന്നത്, വള്ളി കെട്ടിത്തരുന്നത്, എന്നെ മുടി കെട്ടുന്നത് എല്ലാം ചേച്ചിയായിരുന്നു. എൻ്റെ 5ാം ക്ലാസ് വരെ ചേച്ചി ഇവിടെ ഉള്ളപ്പം മുടി കെട്ടിത്തരുന്നത് ചേച്ചിയായിരുന്നു കേട്ടോ. അത് ഞാൻ ഓരോ ദിവസം വെറൈറ്റി രീതിയിലായിരുന്നു മുടി കെട്ടിക്കൊണ്ട് പോയിക്കൊണ്ടിരുന്നത്. അന്നൊക്കെ ഇഷ്ടം പോലെ മുടിയുണ്ടല്ലോ.
ഓരോ ദിവസവും ചേച്ചി ഓരോരോ രീതിയിൽ കെട്ടിക്കൊണ്ട് നല്ല സുന്ദരിയായിട്ടായിരുന്നു വിടുന്നത്. എന്നെ 4ാം ക്ലാസ്സിൽ വെച്ച് എനിക്കെന്തോ ഒരു കാലിനെന്തോ വയ്യാഴിക വന്നപ്പം ചേച്ചി 4ാം ക്ലാസ്സിൽ ഇവിടുന്ന് എടുത്തോണ്ട് എന്നെ ഓട്ടോ കയറ്റി വിടാനായിട്ട് ഇവിടുന്ന് ഒരു എത്ര കിലോമീറ്റർ ഉണ്ട്? ഒരു 10-100 കിലോമീറ്റർ ഉണ്ട്. ആ, അത്രയും ദൂരം നടന്നു കേട്ടോ. കാലൊക്കെ നിലത്തൂടെ വലിയുവാ. പക്ഷെ എന്നെ രാവിലെ എടുത്തോണ്ട് കൊണ്ട് വിട്ടു. എന്നിട്ട് അവിടെ വഴിയുള്ളവരെല്ലാം ചോദിച്ചു, അയ്യോ ഇത്രയും വലിയ കൊച്ചിനെ ഈ ശ്രുതിനകത്തിനെ എടുത്തോണ്ട് പോകുന്നേന്ന്. എപ്പോഴും പിള്ളേരുടെ ഓർമ്മയാ ചേച്ചിക്ക്. പിന്നെ ഇതിനെ നല്ലൊരു റോസാപ്പൂ വരച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. ടോമാഞ്ചെറി ബൈ ശ്രുതി. അതെ. ഇനി ഇതൊരു പെണ്ണ് കസേര ഇരിക്കുന്നത്. ആ, പാർക്കാണെന്ന് തോന്നുന്നു. ഇതും ടോമാഞ്ചെറി. അയാൾ പടത്തിന്റെ ഇപ്പഴും എല്ലാത്തിലും ഒരു കോട്ടുണ്ട്. ഇതൊക്കെ ചുമ്മാ വരയ്ക്കുന്നതാണ്. ചുമ്മാ ഈ സമയം കിട്ടുമ്പോഴേ വരയ്ക്കുന്ന മാലാക. പൊന്നു അതൊക്കെ ഒന്നും കാണാതെ ആലില നൈസല്ലേ അല്ലേ? ഇനി ചുമ്മാ ഇങ്ങനെ മനസ്സിൽ വരുമ്പോ വരയ്ക്കുന്ന കേട്ടോ. ഇതുണ്ടോ മോനു മാളു ചേച്ചി വരച്ചേക്കുന്ന കേട്ടോ. നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്? എൻ്റെ ദൈവമേ, ഇത് ചേച്ചി +2 പഠിക്കുമ്പോഴോ അങ്ങാണ്ട് വരയ്ക്കുന്നതാന്ന് തോന്നുന്നു. വരച്ചതാന്ന് അല്ല, ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ വരയ്ക്കുന്ന കേട്ടോ. വരച്ചതാ നേഴ്സിങ്. അതിൻ്റെ അകത്ത് അന്നൊക്കെ ചേട്ടായി മുടി വളർത്തി വെച്ചിട്ട് ഇങ്ങനെ പൊങ്ങി ഭയങ്കര ഇതായിട്ടിരിക്കുവായിരുന്നു. എന്നിട്ട് ചേച്ചി എപ്പോഴും വഴക്കായിരുന്നു, മുടി വെട്ടിക്കളയടാ. ഇപ്പൊ പോലും ഒത്തിരി മുടി ആയി കഴിയുമ്പോ നിനക്ക് എന്നാ മുടി വെട്ടാറായില്ലേ എന്നൊക്കെ ചോദിച്ച് പേടിപ്പിക്കും കേട്ടോ. അപ്പം അതിന് കണ്ടോ, എന്നെ ഏറ്റവും കുഞ്ഞത് ഞാന് മുടിയൊക്കെ ഇരിക്കുന്നുണ്ടോ? ഇത് പപ്പ, ഇത് ചേച്ചി, ഇത് ഞാന്, അമ്മ അല്ല മോന്, അമ്മ. നമുക്ക് പപ്പായും അമ്മ അപ്പറേ ഇപ്പറേം 3 മക്കളും. അതിനൊരർത്ഥമുണ്ട് കേട്ടോ. ഈ വരച്ചേക്കുന്നതിനൊരർത്ഥമുണ്ട്. ഇത് മൊത്തം അവള് കവർ ചെയ്ത് കൊടുത്തേക്കുന്നുണ്ടല്ലോ. ശ്രുതി 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 തന്നെ എഴുതിയ കണ്ടായിരുന്നോ? അതിന്റെ അകത്താണ് ഈ ഹാർട്ടിന്റെ ചിഹ്നം വന്നേക്കുന്നത്. എന്താന്ന് ചോദിച്ചാൽ അവിടെ ഒരു മനസ്സിന്റെ ഉള്ളില് പിന്നെ പപ്പായും മോനും മാളക്കുട്ടി ജാരും മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? അതാണ് അതിന്റെ ഒരു അർത്ഥം. ചെറുതായിട്ട് സങ്കടം വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് അടുത്ത പടം കാണാം. ഇത് ഒരു അമ്മയും കുഞ്ഞും അല്ലേ? ഫാമിലി പെങ്കൊച്ചിന്റെ ഐ ലവ് മൈ ഫാമിലി. നല്ലൊരു ഇത് തന്നെ. അരേനാണോ അതോ അല്ലേ അതോ താറാവോ? അരേനാന്ന് തോന്നുന്നു കേട്ടോ. 2 അരേന. ഇതെന്നാന്ന് എനിക്ക് മനസ്സിലായില്ല. താമര സൂര്യനും അങ്ങനെ എന്തോ ആണ്. ഇത് ചേച്ചിക്ക് അറിയത്തുള്ളൂ അതിന്റെ തീം എന്നാന്ന്. സ്റ്റോറി എന്നാന്ന് അവർക്ക് അറിയത്തുള്ളൂ. പിന്നെ ഇതന്നെ ഒരു താറാവിനെ ഒക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. താറാവാന്ന് തോന്നുന്നു, എന്തോ കിളിയാന്ന് തോന്നുന്നു കേട്ടോ. നല്ല റോസാപ്പൂ ഫോർ യു. നല്ലൊരു റോസാപ്പൂവാ. അല്ല പെട്ടെന്ന് വരയ്ക്കും. ഇത് പെട്ടെന്ന് വരയ്ക്കും ചേച്ചി കേട്ടോ. ചുമ്മാ ഒരു പേപ്പറും പെൻസിലും കൊടുത്താൽ മതി, പെട്ടെന്ന് വരച്ച് കൈ തരും. ഒരു ചെറുക്കനും വേണം. അമ്മയും പപ്പായും ആയിരിക്കും ഇല്ലേ? അമ്മയല്ലേ ഇതുപോലെ കുറി തൊടുന്നേ. ഒരു പെണ്ണ് തിരിഞ്ഞ് നിൽപ്പുണ്ട് കേട്ടോ. പിന്നെ ഒരു പെണ്ണ് പൂവൊക്കെ ആയിട്ട് നിൽപ്പുണ്ട്, കുടയൊക്കെ പിടിച്ച്. കുട്ടിയുടെ ബുക്ക്, പടം എല്ലാം അത്രേ ഉള്ളായിരുന്നു. ചേച്ചിയും വരയ്ക്കും, നന്നായിട്ട് വരയ്ക്കും ചേച്ചി. നല്ലപോലെ പടം വരച്ചോണ്ടൊക്കെ ആയിരുന്നു. ഇപ്പം ഈ ഡ്യൂട്ടി തിരക്കൊക്കെ ആയോണ്ടാ. എന്നാലും കൈ ബുക്ക് ഉണ്ടോന്ന് തോന്നുന്നു. ഇപ്പോഴും വരയ്ക്കുമെന്ന് തോന്നുന്നു. സമയം കിട്ടുമ്പം ചില വിഷയങ്ങൾ, സ്റ്റോറി, അതായത് ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഒരു ബുക്കിൽ കുറിക്കാറുണ്ട്, പടം വരയ്ക്കാറുണ്ട്. നമുക്ക് ജീവിതത്തിൽ നമ്മുടെ പഴയ കാര്യങ്ങളൊക്കെ അല്ലേ
ചിലപ്പോഴൊക്കെ ഓർക്കാനുള്ളൂ. അന്നേരം അതൊക്കെ നമ്മൾ മറന്നു പോകാതിരിക്കാൻ ഡയറിയെ കുറിച്ച് വെക്കുകയും പടം വരച്ച് വെക്കുകയൊക്കെ ചെയ്യും. ഓരോ പടത്തിനും ഓരോ അർത്ഥങ്ങൾ കൊടുത്തുകൊണ്ടാണ് പൊന്നു എപ്പോഴും പടം വരയ്ക്കുന്നത്. അല്ലാതെ ചുമ്മാ സാധാരണ പിള്ളേർ വരയ്ക്കുന്ന പോലെ അങ്ങനെ വരയ്ക്കുകയില്ല. വരയ്ക്കുകയില്ല. എപ്പോഴും ഒരു അവിടെ മനസ്സിലൊരു എന്തെങ്കിലും ഒരു ഇത് കാണും. ആ പടത്തിന്റെ പുറകിൽ ഒരു കഥ. അങ്ങനെയാണ് പടം വരയ്ക്കാറുള്ളൂ. ഇപ്പോൾ ഒത്തിരി നാളായിട്ട് വരയില്ല കേട്ടോ, സമയം കിട്ടത്തില്ല. ഞാൻ ദുബായി ചെന്നപ്പോ എനിക്ക് പടം വരച്ചായിരുന്നു, തന്നായിരുന്നു. അപ്പൊ എനിക്ക് കാണാൻ പറഞ്ഞേക്ക്. എന്നാലും നമ്മുടെ കൊച്ചു വീഡിയോ ഇത്ര ഉള്ളായിരുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പുറത്തുള്ള ബെല്ലൈക്കനൊക്കെ ഒന്ന് അടിച്ചു പൊട്ടിച്ചേക്കണം കേട്ടോ. ടാറ്റാ. ടാറ്റാ.